الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, സഫുകളിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പൂർത്തീകരിച്ചിരിക്കാൻ തയ്യാറാവണം. പുറത്ത് ആളുകൾ നിൽക്കുന്നുണ്ട്. ഓരോ വെള്ളിയാഴ്ചകളിലും ജുമക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. ആദ്യം വരുന്ന ആളുകൾ സഫുകളെ ക്രമീകരിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ നമ്മളോട് യാത്ര പറഞ്ഞു. ഒരുപക്ഷെ പല ആളുകളും 6 നോമ്പുകളും പൂർത്തീകരിച്ചിട്ടായിരിക്കാം ഇന്ന് പള്ളിയിലേക്ക് വന്നത്. റമദാന് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ റമദാനിന്റെ ചൈതന്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്നും കൈമോശം വന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഇന്നത്തെ ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് കുറച്ചു കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഒരു പുനർപരിശോധനയ്ക്ക് വേണ്ടിയിട്ടും മാറ്റം അനിവാര്യമെങ്കിൽ മാറ്റത്തിന്റെ ഒരു തീരുമാനങ്ങൾ എടുക്കാനും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒരു മാസം മുഴുവൻ നോമ്പെടുത്തു. രാത്രികാലങ്ങളിൽ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് നമ്മൾ വന്നു. ശരീരത്തിന്റെ ഇച്ഛകളെ പരമാവധി കൺട്രോൾ ചെയ്തു. സാമ്പത്തികമായി ചെലവഴിക്കാൻ കഴിയാവുന്ന മേഖലകളിൽ നമ്മുടെ സ്വതക്ക ചെയ്തു. എന്തോ ഒരു വല്ലാത്ത അനുഭൂതികളും ചൈതന്യങ്ങളും റമദാനിൽ നമ്മളിലേക്ക് വന്നെത്തിയിരുന്നു. പക്ഷെ ആ റമദാനിന് മുമ്പ് നമ്മളിൽ ഒരു ജീവിതമുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണോ ഈ സന്ദർഭത്തിൽ നമ്മൾ മടങ്ങിപ്പോയിട്ടുള്ളത് എന്നത് ഗൗരവത്തോടെ നമ്മളൊന്ന് ചിന്തിക്കണം. റമദാനിലെ നാം ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്,
നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ കടന്നു വന്നാലല്ലാതെ അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ, ആൻസർ പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അന്ന് മാത്രമാണ് അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിരിക്കും എന്ന പ്രതീക്ഷയാണ്. മറ്റൊന്ന്, അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന ഭയവും നമ്മളിൽ ഒരേപോലെ ഉണ്ടായിരിക്കാം. ഞാൻ ചെയ്ത എൻ്റെ നമസ്കാരമാവട്ടെ, എൻ്റെ നോമ്പാവട്ടെ, എൻ്റെ ഇബാദത്തുകളാവട്ടെ, അതിനെ അള്ളാഹു സ്വീകരിച്ചിരിക്കും എന്നൊരു പ്രതീക്ഷ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു ഭയമുണ്ടാകണം, എൻ്റെ റബ്ബ് അത് സ്വീകരിക്കില്ലേ. പ്രിയമുള്ളവരെ, അതിൻ്റെ കൃത്യമായൊരു ഉത്തരം നമുക്ക് കിട്ടുന്നത് പരലോകത്തിലാണെങ്കിലും ദുനിയാവിൽ നമുക്കൊന്ന് സ്വന്തമായൊരു വിചാരണ ചെയ്യാനും ഒരു മാറ്റങ്ങൾ എടുക്കാനും ഉലമാക്കൾ അതിനെ പരിശോധിക്കാൻ ചില മാർഗങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. റമദാൻ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ചില മാർഗങ്ങളാണ്. അതിൽ പ്രധാനമായും 4 വിഷയങ്ങൾ ഉദ്ധരിക്കുന്നതിൽ ഒന്നാമതായി കാണാം, നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ റമദാനിന് ശേഷമുള്ള ജീവിതത്തിന്റെ നിലവാരം എന്താണ് എന്ന് പരിശോധിച്ചിട്ടാണ് റമദാനിൽ അല്ലാഹു അത് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കാനാണ്. എൻ്റെ ഈ ജീവിതത്തിന്റെ നിലവാരം എന്താണ്? പഴയ തിന്മയിലേക്ക് ഞാൻ മടങ്ങിപ്പോയിട്ടുണ്ടോ? ഏതൊരു തിന്മകളെ റമദാനിലൂടെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? ആ തിന്മയിലേക്ക് റമദാൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മടങ്ങുന്ന ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ റമദാനിൽ നമ്മൾ കാണിച്ച സൂക്ഷ്മതകൾ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. ഇത് റമദാനാണ്, എനിക്ക് നോമ്പാണ്, ഈ പരിശുദ്ധമായ മാസത്തിൽ ഈ തെറ്റുകൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പല സൂക്ഷ്മതകൾ നമ്മൾ റമദാനിലൂടെ കാണിച്ചിരുന്നു. അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ജമാഅത്തിന് നേരത്തെ എത്തണമെന്ന ആഗ്രഹത്തോടെ പള്ളികളിലേക്ക് നമ്മൾ ഓടി വന്നിരുന്നു. ഈ സൂക്ഷ്മതകളൊക്കെ നമ്മളിൽ നിന്ന് കൈമോശം വന്നു പോയിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് പല തെറ്റുകളോടും തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയവരാണ്. വീണ്ടും ആ തെറ്റുകളിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു സാഹചര്യം നമ്മളിലൂടെ കടന്നു വന്നിട്ടുണ്ടോ? മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആരുടെ നോമ്പാണ് അള്ളാഹു സ്വീകരിക്കാതെ തള്ളപ്പെടുന്നത് എന്നുള്ളത്? മനിസ്തഅഫറ ബിലിസാനിഹി, ആരെങ്കിലും തന്നെ നാവ് കൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ വഖൽബുഹു അലൽ മഅസിയതി മഅഖൂദ്, അവന്റെ ഹൃദയമാവട്ടെ പാപങ്ങളിൽ അത് കുടുങ്ങിക്കിടക്കുന്നതാണ്, ബന്ധിക്കപ്പെട്ടതാണ്, അവിടെ ഇങ്ങനെ ഉടക്കി നിൽക്കാണ്. ഹൃദയം പാപത്തിൽ തന്നെയാണ്. പക്ഷെ നാവ് കൊണ്ട് അവൻ അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ടുണ്ട്. വഅസമഹു അയ്യർജിഅ ഇലൽ മഅസിയതി ബഅദ അശ്ശഹരി വയഊദ്, ഈ ഒരു റമദാൻ മാസം കഴിഞ്ഞാൽ വീണ്ടും ആ പാപത്തിലേക്ക് തന്നെ മടങ്ങണമെന്നാണ് അവന്റെ മനസ്സിന്റെ തീരുമാനമുള്ളതെങ്കിൽ ഫസൗമുഹു അലൈഹി മർദൂദ്, അവന്റെ നോമ്പ് അവന്റെ മേൽ റദ്ദ് ചെയ്യപ്പെടുന്നതാണ്, മടക്കപ്പെടുന്നതാണെന്ന്. എങ്ങനെ? നാവ് കൊണ്ട് തൗബ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹൃദയം എവിടെ തന്നെയാണ്? പാപങ്ങളിൽ തന്നെയാണ്. ആൾക്കാരൊക്കെ അവസാന 10 ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് അവസാന 10 പറയേണ്ടത്. നമ്മളും കുറെ പറഞ്ഞു, അതിന്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്നില്ല. പ്രിയമുള്ളവരെ, ഇസ്തിഗ്ഫാറിനേക്കാളും ഒരുപടി മുന്നിലൂടെ നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അല്ലാഹുവിനോട് പൊറുത്തു തരണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൊറുത്തു തരുമ്പോ നാളെ പരലോകത്തെ റബ്ബിന്റെ കോടതിയിൽ ഗ്രന്ഥം ലഭിക്കുമോ അതിൽ കാണാൻ പറ്റുന്നത് ഇന്ന മനുഷ്യൻ ഇന്ന സമയത്ത് ഇന്ന നാട്ടിൽ വെച്ച് ഇന്ന പോലൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിന് അല്ലാഹു ഇതാ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നൊരു രേഖ ഇസ്തിഗ്ഫാറിൽ നിനക്ക് കാണാൻ കഴിയുമെങ്കിൽ അള്ളാന്റെ അഫുണ്ടല്ലോ, അതിനങ്ങ് മായ്ച്ചു കളയും. കമല്ലാ ദംബല, അവൻ ആ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള പോലെ അങ്ങനെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞു അള്ളാഹിനോട്. ആ ഹൃദയത്തിൽ കൂടെ അതുണ്ടാവണമെന്നാണ്. അങ്ങനെ പാപങ്ങളോട് ഹൃദയം കൊണ്ട് വിട പറഞ്ഞിട്ട് മാത്രമല്ല, മറ്റൊരു പോയിന്റ് അതിൽ പറഞ്ഞ എന്താണെന്നറിയോ? വഅസമഹു അയ്യർജിഅ ഇലൽ മഅസിയതി ബഅദ അശ്ശഹരി വയഊദ്, ഈ മാസം കഴിഞ്ഞാൽ വീണ്ടും ആ തെറ്റിലേക്ക് മടങ്ങണമെന്ന രൂപത്തിലാണ് നമ്മളുടെ പശ്ചാത്താപങ്ങൾ ഉണ്ടായതെങ്കിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഹറാമിന്റെ കേബിൾ കണക്ഷൻ ഉണ്ടാവും. TV ഒറ്റ വാക്കിൽ ഹറാമാണോ ചോദിച്ചാൽ ഹറാമാന്ന് പറയാൻ ഫത്വ ഒന്നും കാണൂല്ല. എന്ത് കാണുന്നു എന്നുള്ളിടത്താണ് അതിന്റെ ഹറാമും ഹലാലും വേർതിരിക്കുന്നത്.
പക്ഷെ നമുക്കറിയാം, കേബിൾ കണക്ഷനുകൾ എടുത്ത് അതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പറയും 1 മാസത്തിന് കണക്ഷൻ വേണ്ടെന്ന് പറയും. എന്തിനാണ്? ആ മാസം കഴിഞ്ഞാൽ വീണ്ടും എനിക്കത് റീകണക്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ തീരുമാനിക്കുന്നുണ്ട് ഈ മാസം കഴിഞ്ഞാൽ ഇങ്ങനെ. ആ അവസ്ഥയിലാണോ നിന്റെ മനസ്സിപ്പോഴുമുള്ളത്? പ്രിയമുള്ളവരെ, മാറ്റമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ വിട പറയണം. ആ തെറ്റുകളിലേക്ക് മടങ്ങുന്ന ലാഞ്ചനകളുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടെ വേണ്ട എന്ന് വെക്കണം. ആ റമദാൻ എനിക്ക് നഷ്ടപ്പെടുത്താനല്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഫസൗമുഹു അലൈഹി മർജൂസ്, അവന്റെ നോമ്പ് അവന് തള്ളപ്പെടുന്നതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനയില്ല. വബാബുൽ ഖബൂലി ഫീ വജ്ഹിഹി മസ്ദൂദ്, അള്ളാഹു സ്വീകരിക്കുന്ന കമാനമുണ്ടല്ലോ അതവന്റെ മുമ്പിൽ കൊത്തിയടക്കപ്പെട്ടതാണ്. അള്ളാഹു സ്വീകരിക്കുന്നില്ല, അവന്റെ മേലെ കൊത്തിയടക്കപ്പെട്ടതാണ്. ആ വാതില് തന്നെ അള്ളാഹ് അടച്ചു കളയുന്നാണ്. എത്ര ഗൗരവമുണ്ട്! അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, മാറിയോ? റമദാന് കഴിഞ്ഞ് പഴമയിലേക്ക് മടങ്ങിയോ? സൂക്ഷ്മതകളിൽ നിന്ന് പുറകോട്ട് പോയോ? ആരാധനകളിൽ നിന്ന് പുറകോട്ട് പോയോ? അള്ളാഹിനോട് പശ്ചാത്തപിച്ചിരുന്ന മനസ്സുകളിൽ നിന്ന് നമ്മൾ ഉൾവലിഞ്ഞു പോയിട്ടുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു മാറ്റത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ, അതുപോലെ തന്നെ സ്വകാര്യ ജീവിതങ്ങളെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് മറ്റാരും തിരുത്തി തരാനുള്ളതല്ല, നമ്മളുടെ മനസ്സുകളോട് നമുക്ക് ചോദിക്കാനുള്ളതാണ്. എന്റെ രഹസ്യ ജീവിതങ്ങളിൽ, എന്റെ സ്വകാര്യ ജീവിതങ്ങളിൽ തിഹാമ പർവ്വതത്തോളം പുണ്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, ഒരു കോരി പോലും നുകർന്നെടുക്കാൻ കഴിയില്ല. എന്നാണ് അത്രയും ഇബാദത്തുകൾ ഉണ്ടെങ്കിൽ പോലും, അത്രയും ആരാധനകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ഇന്ന് വലിയ സമാധാനത്തിലാണ്. ഞാൻ 29 ദിവസം നോമ്പെടുത്തു, ഒരൊറ്റ തറാവീഹ് പോലും ഇന്ന് മുടങ്ങിയിട്ടില്ല. അവസാന 10 ഒരുപാട് രാത്രി സമയങ്ങൾ ഞാൻ അള്ളാന്റെ പള്ളിയിലായിരുന്നു. ഒരുപക്ഷെ ചില ആളുകൾ പറയും അവസാന 10 മുഴുവനും പള്ളിയിലായിരുന്നു. എന്നെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ ഞാൻ സദഖ ചെയ്തിട്ടുണ്ട്. ഒക്കെ ശരിയാണ് പ്രിയമുള്ളവരെ. അതിനുശേഷമെങ്ങാനും ഒരു ജയിലറയിൽ നിന്ന് തുറക്കപ്പെട്ടതുപോലെ ഒരു വിശാലമായ വിഹായസിലൂടെ പറന്നു കളിക്കാമെന്ന സ്വാതന്ത്ര്യത്തിന്റെ ഫീലിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഭയപ്പെടണം. അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ സൂചനകളാണ് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്. സ്വന്തമായി ഒരു വിചാരണ ചെയ്ത് ഒരു മാറ്റത്തിന്റെ തീരുമാനമെടുക്കാനാണ്. രണ്ടാമതായി വിശ്വാസികളുടെ മനസ്സിലുണ്ടാകുന്നത് സ്വീകരിക്കപ്പെടുമോ എന്നുള്ള പേടി നമ്മളിലൂടെ നിലനിൽക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? രണ്ടാമത് ഉലമാക്കൾ പറയാൻ, സ്വീകരിക്കുന്നുണ്ടോ എന്ന പേടി നമ്മളിലൂടെ നിലനിൽക്കുമെന്നുള്ളതാണ് അള്ളാഹു സ്വീകരിച്ചതിന്റെ അടയാളമായി ചില ഉലമാക്കൾ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒരു ഭയം നമ്മളിലൂടെ കടന്നു വന്നിട്ടുണ്ടോ? وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കഅബാലയത്തിന് അടിച്ചറവാകാൻ ആരാ പറഞ്ഞത്? അല്ല പറഞ്ഞു. അല്ല പറഞ്ഞ പണിയെ അതേപോലെ ശിരസ വഹിച്ച് ആ 2 പ്രവാചകന്മാർ നമ്മളെപ്പോലുള്ള സാധാരണക്കാരല്ല. അള്ളാഹുവിന്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായി അതിനെ അതിജയിച്ച് കടന്നു വന്ന 2 പ്രവാചകന്മാരാണ്. അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പോലും, അല്ല പറഞ്ഞ പണി പൂർത്തീകരിച്ച് ചെയ്തിട്ട് പോലും അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന ഭയം അവരുടെ മനസ്സുകളിലൂടെ കടന്നു വന്നപ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഓർമ്മപ്പെടുത്തിയില്ല. ഈദിന്റെ മുസല്ലയില് മറ്റുള്ളവരോട് ഹസ്തദാനം ചെയ്ത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയുമ്പോ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടോ അതിന്റെ ആശയങ്ങളെ? പ്രിയമുള്ളവരെ, നിസ്കാരം കഴിഞ്ഞാൽ എണീറ്റോടുന്നവരെ, സദഖ ചെയ്താൽ അത് കൊടുത്തല്ലോ എന്ന ഭാവത്തിലൂടെ ഇറങ്ങിപ്പോകുന്നവരെ അതല്ല സ്വീകരിച്ചിട്ടുണ്ടോ? അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ടോ? ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തിരി പോന്ന ആയുസ്സിലൂടെ ചെയ്തു വന്ന അമലുകളെ, ഈ അമലുകൾ എനിക്ക് വേണ്ട എന്ന് നാളെ പരലോകത്ത് റബ്ബ് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നവന്റെ മുഖത്തേക്ക് തന്നെ നിങ്ങൾ വലിച്ചെറിഞ്ഞോ എന്ന് പറയപ്പെടേണ്ടി വന്ന സാഹചര്യങ്ങൾ വന്നാൽ നമ്മളുടെ അവസ്ഥ എന്താണ്? തിരിച്ചു വരാൻ ഒരു ദുനിയാവിന്റെ സാഹചര്യങ്ങളില്ല. വീണ്ടും ഒന്ന് അമല് ചെയ്ത് മടങ്ങി വരാനില്ല. പ്രിയമുള്ളവരെ, അവസാനിച്ചു പോകുന്ന അവസരങ്ങളില് മരണം നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് എന്റെ അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് അവനെ തൃപ്തിപ്പെടുന്ന രീതികളിലൂടെ ചെയ്തു വെക്കാൻ
ഖുർആനിലെ മനോഹരമായ ഒരായത്തില്ലേ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ 23-ാം അധ്യായത്തിന്റെ 60-ാമത്തെ ആയത്തില് വല്ലദീന യുഅ്തൂന മാ ആതവ ഖുലൂബുഹും വജില. നോക്കി, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തിനെ ചെലവഴിക്കുന്ന ആളുകള് അത് കൊടുക്കുമ്പോ അവരുടെ ഹൃദയം നടുങ്ങിക്കൊണ്ടാണ്, ഹൃദയം വിറച്ചുകൊണ്ടാണ് അവർ കൊടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്താണ്? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോണല്ലോ എന്ന പേടി കൊണ്ട് സ്വതക്ക പോലും കൊടുക്കുമ്പോ അവര് നടുങ്ങിക്കൊണ്ടാണ് കൊടുക്കുന്നത് എന്നാണ്. ഈ ഖുർആനിന്റെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അഹമുല്ലദീന യശ്റബൂനൽ ഖംറ, അവര് കള്ള് കുടിക്കുന്നവരാണോ നബിയേ? വയസ്രിഖൂന, അവർ മോഷ്ടിക്കുന്നവരാണോ? മോഷണം നടത്തിയതിന്റെ പേരിലാണോ? അല്ല, അവർ മദ്യപാനികളായിട്ടാണോ? ലാ ബിൻത സിദ്ദീഖ്, അല്ല സിദ്ദീഖിന്റെ മകളെ ആയിഷ. വലാകിന്നഹുമുല്ലദീന യസൂമൂൻ, അവര് നോമ്പെടുക്കുന്ന ആളുകളാണ്. വയുസല്ലൂന, അവരെ നമസ്കരിക്കുന്നവരാണ്. വയതസദ്ദഖൂന, അവരെ ദാനധർമ്മം ചെയ്യുന്നവരാണ്. വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അവരിൽ നിന്ന് റബ്ബ് സ്വീകരിക്കില്ലേ എന്ന ഭയമാണ്, പേടിയാണ് അവരുടെ മനസ്സുകളിലൂടെ കടന്നു വരുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്കരിച്ചിട്ടുണ്ടവരെ, നോമ്പെടുക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നവരുണ്ട്. അവര് മദ്യപാനികളല്ല, അവര് മോഷ്ടാക്കളല്ല. പക്ഷെ അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന പേടി അവരുടെ മനസ്സിനെ പിടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മുത്തുനബി ഓതിക്കൊടുക്കുന്നുണ്ട്, ഉലൈകല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിലൂടെ മുമ്പേ സഞ്ചരിക്കുന്നവരാണ്, ധൃതി കാണിക്കുന്നവരാണ്. മാത്രമല്ല വഹും ലഹാ സാബിഖൂൻ, അതിലവര് മുൻകടക്കുന്ന ആളുകളാണ്. പക്ഷെ എന്നിട്ട് അവർക്ക് പേടിയാണ്, അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന ഭയം അവരുടെ മനസ്സുകളിലൂടെ കടന്നു വരുന്നതാണ്. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പേടിയാണ്. എത്ര ചെയ്താലും പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, അള്ളാഹു കബൂല് ചെയ്യോ, അള്ളാഹു സ്വീകരിക്കാതിരിക്കോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലല്ല അതിന്റെ അമലെങ്കിൽ കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിസ്കാരം കഴിഞ്ഞ പറയാനുള്ള മനസ്സുപോലും ഇല്ലാതെ ഓടണോരാ നമ്മള്. അള്ളാഹു നീ പറഞ്ഞ പോലെ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ആ നിസ്കാരത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പുറത്തു തരണേ അല്ലാഹ് എന്നൊന്ന് പറയാൻ മനസ്സില്ലാതെ എണീക്കണോരാൻ. ഇതല്ല സ്വീകരിക്കണേ എന്ന റബ്ബിനോടൊന്ന് കേണപേക്ഷിക്കാൻ മനസ്സില്ലാതെ എണീക്കുന്നവരാ നമ്മള്. പ്രിയമുള്ളവരെ, റമദാനിലെ ആരാധനകൾ, അതിന്റെ ഇബാദത്തുകൾ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? ആ ഭയം അവരുടെ മനസ്സിലുണ്ടാവുന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, ആ വിഷയത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ അവിടെ കാണൂലേ, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ, എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും അവിടെ ഹാജരാക്കപ്പെടുമ്പോ അതിനെ എല്ലാ ഓരോ ശരീരങ്ങളും കണ്ടുപോകുമ്പോ വമാ അമിലത് മിൻ സൂഇൻ തബദ്ദലു അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, അന്നെങ്ങാനും വല്ല തിന്മകളും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മയെ കാണുമ്പോ അവനും ആ തിന്മക്കുമിടയില് വിദൂരമായൊരു അകലമുണ്ടായിരുന്നെങ്കിലെന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന ദിവസമാണേ. അന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ ഒരു തിന്മകൾ ഉണ്ടാവരുതേ, എന്റെ അമലുകൾ എനിക്കവിടെ കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണേ. അന്ന് പരലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന അതിനെ സ്വീകരിക്കാൻ മാത്രം നമ്മളിലുണ്ടോ? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? മൂന്നാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ നമ്മളോട് പറയാൻ, വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഇബാദത്ത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടോ? അള്ളാഹു സ്വീകരിച്ചതിന്റെ ലക്ഷണമാണ് വീണ്ടും വീണ്ടും ആരാധന ചെയ്യാനുള്ള ഒരു പ്രചോദനം വരിക, അങ്ങനത്തെ ഒരു ആവേശം നമ്മളിലൂടെ കടന്നു വരിക. കാരണം ഇസ്ലാമിൽ ഒന്നിലും വിരമിക്കലില്ലല്ലോ, ഇല്ല. നോക്കി, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒരു കാര്യത്തൊന്ന് വിരമിച്ചാൽ അടുത്ത കാര്യത്തിൽ വ്യാപൃതരാവുക എന്നുള്ളതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, കുത്തുകൊണ്ട് ഷഹീദുൽ മിഹ്റാബാൻ വീണ് കിടക്കുന്ന സന്ദർഭത്തിൽ പോലും നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, പ്രബോധനത്തിന്റെ കാര്യം പറഞ്ഞു, കുടുംബത്തിന് വേണ്ട നസീഹത്ത് കൊടുത്തു. ഒരു
ബ്രേക്കില്ലല്ലോ അവരുടെ ലൈഫിലൊക്കെ. നമ്മളൊക്കെ പറയാം കുറെ കാലമായി ഇനി മറ്റുള്ളവർ ചെയ്തോട്ടെ, ഞങ്ങൾ കുറെ കാലമായി ദഅവത്തില് ഇനി മറ്റുള്ളവർ ചെയ്തോട്ടെ. ഇല്ല, നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഒഴിവില്ല, മരണം വരെയും. അങ്ങനല്ലേ പറഞ്ഞത്? റമദാൻ കഴിഞ്ഞ് തീരണതല്ലല്ലോ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ മരണം നമ്മളിലേക്ക് കടന്നു വരുന്നത് വരെയാണ്. പ്രിയമുള്ളവരെ, 6 നോമ്പെടുക്കണമെന്ന മനസ്സ് നമ്മളിലൂടെ കടന്നു വരുന്നുണ്ടോ? ഇല്ലേ? കൈമോശം വന്നിട്ടുണ്ടോ? അത് 6 നോമ്പല്ലേ? അത് അത്ര നിർബന്ധമായ കാര്യമില്ലല്ലോ. ഇബാദത്ത് ചെയ്യാനുള്ള ഒരു താല്പര്യം റമദാൻ കഴിഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ചതിന്റെ ലക്ഷണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മളത് ഇൻഡെപ്തായിട്ട് അതിന്റെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പെരുന്നാളിന്റെ അന്നത്തെ തന്നെ ജുമുഅ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു. നോറ്റുവീട്ടാൻ വേഗം ധൃതി കാണിക്ക നന്മകൾക്ക്, അത് വിശ്വാസികൾ ഏത് നന്മയിലും കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി തുടർച്ചയായിട്ട് എടുക്കാൻ പറ്റിയില്ലേ, ഈ മാസം തീരണതിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഫർള് കടമുള്ളവർ ആ കടം തീർത്തിട്ട് ഇൻഷാ അല്ലാഹ് ഈ സുന്നത്ത് നോമ്പിനെടുക്കാൻ. അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളെ തറാവീഹോടുകൂടെ യാത്ര പറഞ്ഞതാണോ? മനസാക്ഷിയോട് ചോദിക്ക. തറാവീഹോടുകൂടെ വിട പറഞ്ഞതാണോ രാത്രി നിസ്കാരം? അല്ല, ഒന്നുകൂടെ ആവേശം കൂടി അവസാന 10കളിലെ ഖിയാമുൽ ലൈലോടുകൂടെ അവസാനിപ്പിച്ചതാണോ എന്റെ രാത്രി നമസ്കാരങ്ങളെന്ന്? പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം ഏതെന്നറിയോ? രാത്രിയിലെ നിസ്കാരങ്ങളാണ്. ആ തഖ്വ നിലനിർത്താൻ രാത്രി നിസ്കാരങ്ങൾ വേണേ, സുന്നത്ത് നോമ്പുകൾ വേണേ, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ വേണേ, അള്ളാഹുവിനോട് കേണപേക്ഷിക്കണേ, അത്താഴ സമയങ്ങളിലൂടെ എണീക്കണേ. ഇതൊക്കെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചപ്പോ യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമായി ദുനിയ, അല്ലാഹു 7 ആകാശത്തിന്റെയും മുകളിൽ അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹ് ചങ്ങരംകുളത്തിന്റെ സാധാരണക്കാരായ നമ്മളോട് അടുത്ത് വരുന്ന 1-ാം ആകാശ ത്തിലേക്ക് വരുന്ന ആരുണ്ടെന്നോട് ചോദിക്കാൻ അവന് ഞാൻ ഉത്തരം നൽകുക, ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ അവന് ഞാൻ ഇജാബത്ത് നൽകുക, ആരുണ്ടെന്നോട് പൊറുക്കൽ തേടാൻ അവന് ഞാൻ പൊറുത്തു തരാമെന്ന യജമാനനായ റബ്ബ് നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തു വരുമ്പോ, പ്രിയമുള്ളവരെ, ആ അല്ലാഹുവിനോട് ചോദിക്കാൻ മറന്നുപോയി കിടന്നുറങ്ങിയോ? പതിവായി നിസ്കരിക്കാനുള്ള ശീലങ്ങളെ വിട്ടുകളഞ്ഞോ? 11 വേണ്ട, അള്ളാന്റെ ഹബീബ് 7-ൽ നിന്ന് കുറച്ചിട്ടില്ല എന്ന് പറയുമ്പോ 7എങ്കിലും വേണ്ട, പതിവായി ചെയ്യാൻ ഒരു 3 എന്നെ കൊണ്ട് കഴിയുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സുണ്ടായിട്ടുണ്ടോ? അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഭയപ്പെടണം. അള്ളാഹു സ്വീകരിച്ചിട്ടില്ലേ? അള്ളാഹു കബൂൽ ചെയ്തിട്ടില്ലേ? അതൊക്കെ കഴിഞ്ഞല്ലോ, നോമ്പ് കഴിഞ്ഞല്ലോ, നിസ്കാരം കഴിഞ്ഞല്ലോ, ഖുർആനൊക്കെ മടക്കി വെച്ച് വീണ്ടും ഷോക്കേസിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഭയപ്പെടണം. നന്മകളിൽ നിന്ന് പിന്മാറുന്നത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ലേ എന്ന് പേടിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. നിങ്ങളാലോചിക്കുക, ഫർളിന്റെ ജമാഅത്തുകൾ. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരണം. 4-മതായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ ഒരു ഉൾവിളി ഉണ്ടാകും, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടേ ഉള്ളൂ എന്ന ചിന്ത അള്ളാഹു സ്വീകരിച്ചതിന്റെ ലക്ഷണമാണ് എന്ന് ഉലമാക്കൾ പറയാൻ. നമ്മൾ എന്താ ചിന്തിക്കണേ? 1 മാസം നോമ്പെടുത്തല്ലോ, 1 മാസം നിസ്കരിച്ചല്ലോ, കുറെ പൈസ കൊടുത്തല്ലോ, ഞാൻ മാക്സിമം മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് കുറെ സ്വതക്ക ചെയ്തല്ലോ, ഞാൻ ജമാഅത്തിന് മാക്സിമം എത്തിയല്ലോ എന്ന സമാധാനത്തിന്റെ നെടുവീർപ്പാണുള്ളതെങ്കിൽ ഭയപ്പെടണം. ഇല്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, വളരെ കുറച്ചല്ലേ ഉള്ളൂ എന്ന ഒരു കുറ്റബോധമാണ്. എന്റെ പാപങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഓർത്ത ഭയമാണ് വിശ്വാസികൾ മനസ്സിലുണ്ടാവേണ്ടത്. ഒരു അറബി കവിതയിലൂടെ സുന്ദരമായി പറയുന്നുണ്ട്. ആ കവിത ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പറയുന്നുണ്ട്. നിങ്ങൾ ഏത് പ്രവൃത്തിയും അവിടെ നിങ്ങൾ കാണും. ഒരുപക്ഷെ നിങ്ങളത് മറന്നാലും അള്ളാന്റെ മലക്കുകൾ അതിനെ മറന്നിട്ടില്ല. അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഴുവനും അവിടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോ എന്റെ കയ്യിൽ എന്താ ഉള്ളേ? അമലുകൾ എന്താ ഉള്ളത്? 3,23,000-ലധികം വരുന്ന ഹർഫുകളെ പാരായണം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് എത്രയാ നമ്മൾ ഓതിയത്? 145ഓളം ജമാഅത്തുകളെ 27 ഇരട്ടി പ്രതിഫലം വാങ്ങാൻ റമദാനിൽ അള്ളാഹു അവസരം തന്നിട്ട് എത്രയാ നമ്മൾ എടുത്തത്? അതിന്റെ റവാത്തിബ് സുന്നത്തുകളെ പതിവായി ഓരോ ദിവസവും ഒക്കെ സ്വർഗത്തിൽ വീട് കിട്ടാൻ മാത്രം 12 റക്അത്തുകളെ നിസ്കരിക്കാനുള്ള അവസരങ്ങളെ തന്നിട്ട് പ്രിയമുള്ളവരെ, എത്ര റവാത്തിബുകളാ കയ്യിലൂടെ കടന്നു വന്നേ?
എത്ര തവണ ഇഖാമത്ത് കൊടുക്കുമ്പോ സഫിലൂടെ അണിനിരക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്? ഒന്നുമില്ല. എന്ത് ചെയ്താലും ഈമാന്റെ ലക്ഷണം എവിടെന്നറിയോ? 7 കുത്തിന് 14 മുറിവോടുകൂടെ താഴെ വീണ് പോയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കുകയാണ്, അബ്ശിർ ബിബുശ്റാ ബിസുഹബത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹവാസം കൊണ്ട് ഉമറേ താങ്കൾക്ക് സന്തോഷിക്കാമല്ലോ. ഉമറേ, താങ്കൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ദീനിനെ സഹായിച്ച ആളാണ് ഉമറേ. താങ്കളുടെ ഭരണത്തിനെ സംബന്ധിച്ച് രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഉമറേ. അല്ലാഹുവിന്റെ മുത്ത് റസൂല് പോലും അങ്ങേ തൃപ്തിപ്പെട്ടുകൊണ്ടല്ലേ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ഇത് പറയുമ്പോ സമാധാനമായി ഒന്നില്ല. അല്ലയോ ഇബ്നു അബ്ബാസ്, ഇതുപോലെ അല്ലാഹുവിന്റെ കോടതിയില് ഉമറിന് വേണ്ടി സാക്ഷി പറയുമോ ഇബ്നു അബ്ബാസ്? ഇതുപോലെ അല്ലാഹുവിന്റെ കോടതിയില് എനിക്ക് വേണ്ടി സാക്ഷി പറയോ ഇബ്നു അബ്ബാസ്? ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും എന്റെ കയ്യിൽ കിട്ടിയാലും ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തൊക്കെ ചെയ്തു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി. പക്ഷെ പേടിയാണ്, ഇതൊന്നും പോരാ. ആകാശഭൂമി നിറയെ സ്വർണ്ണവും വെള്ളിയും കിട്ടിയാലും അതും ഞാൻ കൊടുക്കുമായിരുന്നു അല്ലാഹുക്ക് വേണ്ടി, അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി. അവരുടെ മനസ്സിലെ ഭയാണ്. ഒന്നും ചെയ്തില്ല, ആയിട്ടില്ല. പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മദീനയുടെ മസ്ജിദ് നബിയുടെ ഓരത്ത് ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലങ്ങളിൽപ്പെട്ട അസ്ഹാബ് സുഫയിൽപ്പെട്ട അബൂ ഹുറൈറ നമ്മളോടൊന്ന് താരതമ്യം ചെയ്ത് നോക്ക്. നിങ്ങള് രാത്രിയിലെ ഒരു സമയം കിടന്നുറങ്ങുന്നുള്ളൂ, ഒരു സമയം റസൂലിൽ നിന്ന് പഠിച്ചത് ഹിഫ്ളാണ്, ഒരു സമയം അല്ലാഹുക്ക് വേണ്ടി ഇബാദത്തിലാണ്. ഭക്ഷണമില്ലാതെ ബോധം പോലും പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മരിക്കണ നേരത്തെ കരഞ്ഞത്, അസ്സഫറു ത്വീൽ, എന്റെ ഖബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗ്ഗ നരകങ്ങളുടെ ദൂരം ഒരുപാട് യാത്രയുണ്ട്. ഈ അബൂ ഹുറൈറ എന്ന വ്യക്തിയുടെ കയ്യില് വസ്സാദു ഖലീൽ, വിഭവം വളരെ കുറച്ചേ ഉള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ആരാധനകൾ ധാരാളമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നും ചങ്ങരംകുളത്തിന്റെ തഖ്വ പള്ളിയിൽ ഒരു ഖുതുബ നടത്തുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിനെ എടുത്തു പറയുമ്പോ നിസ്സംശയം പറയാം, അതിന്റെ കൂലി അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിക്കുമെന്നുള്ളത്. ഇങ്ങനൊക്കെ ചെയ്തു വെച്ചിട്ട് പോലും അവരുടെ മനസ്സിൽ പേടിയാൻ. നമ്മളിന്ന് സമാധാനത്തോടെ വന്നിരിക്കണില്ലേ? എന്താ നമ്മൾ അല്ലാഹുക്ക് വേണ്ടി കൊടുത്തേ? ഒന്നുമില്ല കേട്ടോ. ഒരു ദിവസം 5 വക്ത് 25 മിനിറ്റ് കൊടുത്തതാണോ? പടക്കപ്പെട്ട അന്ന് മുതല് ബാസിന്റെ നാള് വരെ അല്ലാഹുക്ക് വേണ്ടി സുജൂദിൽ കിടക്കുന്ന മലക്കുകളുണ്ട്. പുനരുദ്ധാരണത്തിന്റെ ബാസിന്റെ നാളിൽ അല്ലാഹു വരെ എണീപ്പിക്കുമ്പോ അവര് പറയുന്ന വാക്കുണ്ട്, റബ്ബേ, നിന്റെ മജ്ദിന്, നിന്റെ മഹത്വത്തിന് പകരമായി സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലാഹ്, ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ എന്ന് മലക്കുകൾ അല്ലാഹുവോട് പറയുമെന്നാണ്. അല്ലാഹു തന്നതിന് പകരമായിട്ട് എന്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്? അതുകൊണ്ട് അർത്ഥവത്തായി മനസ്സിലാക്കേണ്ടത്, ഞാൻ കുറെ ചെയ്തല്ലോ എന്നുള്ള ചിന്ത ഉണ്ടോ? പിടിക്കപ്പെടുകയാണ് നമ്മളെ. അതുകൊണ്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ആ ദിവസം മാസം മുഴുവൻ നോമ്പെടുത്താലും എത്ര തന്നെ ഇബാദത്തെടുത്താലും എന്റെ അല്ലാഹ്ക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ചിന്തയാണ് പ്രിയമുള്ളവരെ നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരേണ്ടത്. ഹക്കിന്റെ മാർഗത്തിൽ ഈമാനിന്റെ ചൈതന്യത്തെ മുറുകെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഓടിക്കാൻ വേണ്ടി പറയാൻ, ഒന്ന് വിലയിരുത്തേണ്ടത്, റമദാൻ കഴിഞ്ഞുള്ള എന്റെ ജീവിതം എന്താണ്? ഞാൻ നന്മയെന്ന് മാറിയോ? അല്ല പഴയ തിന്മയിലേക്ക് മടങ്ങിയോ? ഒന്ന് ആലോചിക്കണം. മാറ്റമുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്ന ഭയം നമ്മളിൽ കടന്നു വരണം. അതുപോലെ തന്നെ എപ്പോഴും മനസ്സിലൊരു പേടി ഇങ്ങനെ തങ്ങി നിൽക്കണുണ്ടോ? അള്ളാഹ് സ്വീകരിക്കില്ലേ? ആ പേടി സ്വീകരിച്ചതിന്റെ ലക്ഷണമാണെന്ന് ഉലമാക്കൾ പറയാൻ. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശം എന്നിൽ കടന്നു വരുന്നുണ്ടോ?
ഇല്ലെങ്കിൽ നമ്മൾ ഈ റമദാനിൽ പരാജയപ്പെട്ടു എന്ന് ഭയപ്പെടേണ്ട സാഹചര്യമാണ്. നാലാമതായി, ഞാൻ എന്തോ ചെയ്തു എന്നുള്ള സംതൃപ്തി ഉണ്ടോ? പരാജയത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വളരെ കുറച്ചേ എന്നിലുള്ളൂ എന്ന ചിന്താഗതികളാണ് നമ്മുടെ മനസ്സുകളെ പിടിച്ചുലക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാക്സിമം ആരാധന ചെയ്ത് അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവർ, ഈ രണ്ടാമത്തെ ഖുത്ബയിൽ പറഞ്ഞു വന്നതിന്റെ തുടർച്ച എന്നുള്ള രൂപത്തിൽ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളൂ. നമുക്കൊക്കെ ഏറെ സമാധാനം തോന്നും ചില സന്ദർഭത്തിൽ, ഞാൻ എന്തൊക്കെ ചെയ്തു എന്നല്ലേ. പക്ഷെ ഒന്നുകൂടെ ആഡ് ചെയ്ത് പറയാൻ, ചില ആളുകൾ പറയും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും. പക്ഷെ അവരെന്ത് ചെയ്യില്ല, ഒരു മാറ്റത്തിന്റെ തീരുമാനമൊന്നും എടുക്കൂല. അതിൽ അർത്ഥമില്ല കേട്ടോ. ഞാനിതുവരെ ഒന്നും ഓതിയില്ല, ഞാനിതുവരെ ഒന്നും പഠിച്ചില്ല, ഞാനിതുവരെ ഒന്നും ചെയ്തില്ല, പ്രായം എത്രയായി എന്നൊക്കെ പറയും. പക്ഷെ ഈ പറച്ചിലല്ലാതെ ഒരു മാറ്റമില്ലെങ്കിൽ അത് അപകടം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ സ്വർഗത്തിലെ ആദ്യമായി കടന്നു വരുന്ന റസൂലാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യമായി വന്നിരിക്കുന്ന പ്രവാചകനാണ്. അള്ളാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം വിടുന്ന് കാത്തിരിക്കുന്ന പ്രവാചകനാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നാളെ ഖുർആനിലെ സൂറത്ത് നിസായിലെ 41-ാമത്തെ ആയത്തിൽ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരോ, റസൂൽ അങ്ങേക്ക് ഇറങ്ങിയതല്ലേ, എനിക്ക് മറ്റൊരാൾ ഇന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓതിക്കൊടുത്തു. ആയത്ത് കേട്ടപ്പോൾ റസൂൽ കരഞ്ഞു എന്നാണ്. അദ്ദേഹം റസൂലുള്ളാഹിന്റെ തേങ്ങൽ കേട്ട് ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ പ്രവാചകന്റെ കണ്ണിലൂടെ കണ്ണീരൊലിച്ചിറങ്ങുന്നുണ്ട്. കരഞ്ഞിട്ട് പറഞ്ഞു, നിർത്തണേ അബ്ദുള്ള. എന്തായത്തെന്നറിയോ? ഓരോ സമുദായത്തിനും സാക്ഷികളായി അവരുടെ നബിമാരെ കൊണ്ടുവരുമ്പോ അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? താൻ ആ റസൂല് പോലും പേടിച്ചു പോയ പരലോകൻ. നമ്മൾ എന്ത് സമാധാനത്തിലാണ് ഈ കുറച്ച് ദിവസത്തെ ഇബാദത്ത് കൊണ്ടിരിക്കണമെന്നുള്ളത് നമ്മൾ ആലോചിക്കാനാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന സഹാബിയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ വഹി വന്നതാൽ അബൂബക്കർ സ്വർഗത്തിലാണ്. റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. അദ്ദേഹം പക്ഷികളെ കണ്ടപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, സന്തോഷത്തോടു കൂടെ നിങ്ങൾ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട്. ഈ അബൂബക്കറും ഒരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് അള്ളാന്റെ മുമ്പിൽ ഹിസാബിന് പോയി നിൽക്കേണ്ടി വരില്ലല്ലോ. ഞാൻ എന്തൊക്കെ അമൽ ചെയ്തു, എന്തൊക്കെ ത്യാഗം സഹിച്ചു, എത്രയൊക്കെ ചെലവഴിച്ചു. പക്ഷെ അവരുടെ മനസ്സിൽ പേടിയാണ്, അള്ളാഹ് സ്വീകരിക്കില്ലേ എന്നല്ലേ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അവസ്ഥ പറഞ്ഞില്ലേ നിങ്ങളോട്? ആ മരിക്കണ നേരച്ചു പോലും ഈ ഉമറിന്റെ രക്തം വാർന്ന അവസാന നിമിഷത്തിലെ കിടത്തം കണ്ടിട്ട് എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നിയാലോ, സക്കറാത്തിന്റെ വേദനയിൽ അല്ല ഇളവ് തന്നാലോ, പരലോകിച്ച് റബ്ബെനിക്ക് റഹ്മത്ത് തന്നാലോ എന്ന് ഷഹീദുൽ മിഹ്റാബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ സമാധാനപ്പെട്ടിരിക്കണമെങ്കിൽ ഭയപ്പെടണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒന്നുമില്ല നമ്മളുടെ കയ്യിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉള്ള അവസരങ്ങളും സമയങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പുറകോട്ട് വലിക്കാൻ ശൈത്താൻ വല്ലാതെ പണിപ്പെടും. നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നമുക്കറിയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം മുതൽ തുടങ്ങി ശൈത്താനിന്റെ കാവൽ ചോദിക്കാനുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കറിയാം. എത്രത്തോളം എന്നറിയോ? മടിയും അലസതയും ഒക്കെയുള്ള ശരീരങ്ങളിൽ വരെ ശൈത്താനിന് സ്വാധീനമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഓട്ടം ചാട്ടും നടത്തും വ്യായാമം ഒക്കെ വേണം എന്ന് ഉലമാക്കൾ പറയുന്നിടത്ത് ഈ പോയിന്റ് വരെ അവരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം ഈ വ്യായാമങ്ങളൊന്നുമില്ലാതെ ചടഞ്ഞിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അലസതയും മടിയും ഒക്കെ എന്നിട്ട് ശൈത്താൻ അവരുടെ മനസ്സിൽ വസ്വാസിട്ട് കൊടുക്കുന്നതാണ്. നീ ഒരു രോഗിയാണ് എന്നുള്ള രൂപത്തിൽ. നമ്മൾ ആരൊരു മൂലക്കൊതുങ്ങാനല്ല, ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ
അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ പുറകോട്ട് പോവാതെ മരണം വരെ, അവസാന സമയം വരെ ഇബാദത്തിൽ വ്യാപൃതമാവാൻ നമ്മൾ ശ്രദ്ധിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മറ്റൊരു വിഷയം നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത്, ഒരുപാട് സ്വതക്കകൾക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ച പള്ളിയാണ് നമ്മളുടെ ഈ പള്ളി. അള്ളാഹുവെ കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ് എന്ന് മാത്രമേ നമുക്കതിന് പറയാനുള്ളൂ. ഒരുപക്ഷെ നമുക്ക് നല്ല വേദന ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ പോലും സ്വതക്കകൾ വന്നിട്ടുണ്ട്. നമ്മളുടെ ഖുതുബ കേട്ടിട്ട് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഡയാലിസിസിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ, അവർക്ക് കിഡ്നി മാറ്റി വെക്കാനേ പൈസ ഇല്ല അവരെ കയ്യിൽ, ഈ ചികിത്സക്ക് ആരെങ്കിലും കൊടുക്കണ പൈസ ഞാനത് അള്ളാന്റെ പള്ളിക്ക് വേണ്ടി വെച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ തന്ന ഉമ്മാരുണ്ടായിട്ടുണ്ട്. ഞാൻ അള്ളാഹു അവർക്ക് ഖൈർ കൊടുക്കട്ടെ എന്നുള്ളതിനോട് പ്രാർത്ഥിക്കാൻ. എന്ത് പറഞ്ഞാലും യത്തീം മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് കൊടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞപ്പോ 236 ജോഡി ഡ്രസ്സാണ് ഈ പള്ളി നമ്മൾ കൊടുത്തത്. മലപ്പുറം ജില്ലയിൽ പോലും എവിടെയും അത്ര ഞാൻ കൊടുത്തതിന്റെ വലിപ്പം പറയാനില്ല. പക്ഷെ നമ്മളത് ഏറ്റെടുക്കലുണ്ട്. എത്ര ലക്ഷം രൂപയാണെന്ന് 1300 രൂപ വെച്ച് നമ്മൾ നോക്കിയൊക്കെ ലക്ഷക്കണക്കിന് രൂപ അൽഹംദുലില്ലാ നമ്മൾ പിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിലൊന്നും അഹങ്കരിക്കാനില്ല. വഖഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യം ഒരു പ്രതിസന്ധിയിൽ വന്നപ്പോ ഇനി പ്രതിസന്ധി ഉണ്ടാവുമെന്ന് ചിന്തിക്കാനല്ല നമ്മുടെ പള്ളി തയ്യാറായത്. എന്റെ വക ഇനിയും പള്ളിക്ക് വഖഫുണ്ടെന്ന് പറഞ്ഞ് വഖഫ് തന്നവരുണ്ട്. തന്ന വ്യക്തി ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ മഅഫറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് ദാനധർമ്മങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മറ്റൊരു വിഷയം കൂടെ ഇൻഷാ അല്ലാഹ്, ഇന്ന് പാലക്കാട് നിന്ന് കുറച്ച് സഹോദരങ്ങൾ, അവിടെ വേലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ റമദാനിൽ ഞാനും ആ സ്ഥലം പോയി സന്ദർശിച്ചിരുന്നു. അവിടെ ഒരു പള്ളി വളരെ അനിവാര്യമാണ്. കോഴിക്കോടുക്കുള്ള പാലക്കാട് നിന്ന് മുണ്ടൂര് കഴിഞ്ഞുള്ള റോഡ് സൈഡിനാണ് ആ പള്ളിയുടെ പ്രൊജക്ട് വരുന്നത്. നമുക്കറിയാം, അവിടുത്തെ വില വിവരങ്ങളൊക്കെ അറിയാം. നമ്മൾ ഇന്ന് കളക്ഷൻ എടുക്കണില്ല, പക്ഷെ അടുത്ത ആഴ്ച നമ്മളുടെ മനസ്സിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അവരെ ഇത്ര യാത്ര ചെയ്ത് വന്ന് ഇന്ന് നമ്മളിവിടെ കളക്ഷൻ എടുക്കണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരു നിയ്യത്തുണ്ടാവണം. അവരെ നമ്മൾ സഹായിക്കും. അള്ളാഹുവിന്റെ ഒരു പള്ളിക്ക് വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുമെന്നുള്ള ഒരു തീരുമാനത്തോടെ വേണം ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലേക്ക് വരാൻ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ റമദാനിലെ പ്രവർത്തനങ്ങളും തുടർന്നുള്ള അമലുകളും ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അത് തട്ടിക്കളയുന്ന ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. അള്ളാഹുവേ പശ്ചിമേഷ്യ കലങ്ങി മറിയുമ്പോ തമ്മിത്തല്ലി രക്തം കുടിക്കാൻ കാത്തു നിൽക്കുന്ന അള്ളാഹുവിന്റെ ഖുർആൻ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുടെ കുതന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അള്ളാഹുവേ ഉമ്മത്ത് മുസ്ലിമിയെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആ നാടിന് സമാധാനം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في جميع بلادنا وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه.